ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മീനാക്ഷി. ഓരോ ദിവസം കഴിയുന്തോറും നമ്മൾ രാവിലെ എണീക്കുമ്പോൾ അമ്മയെ മകൻ വെട്ടിക്കൊന്നു, ഇത്ര വയസ്സുള്ള കുട്ടി ഇന്നാളെ വെട്ടിക്കൊന്നു, കൊലപാതകം നിറഞ്ഞൊരു ലോകത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ തന്നെ അത്രയേറെ വിഷമത്തിലാക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ പുതുതലമുറ അവരെന്താണോ കാണിക്കുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. ഓരോ ദിവസം കഴിയുന്നോറും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 2025 നല്ല വർഷമാകട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2025 ആദ്യം തൃശ്ശൂരിലെ ആ ഒരു കൊലപാതകം തൊട്ട് നമ്മൾ എന്നും കേട്ടോണ്ടിരിക്കുന്ന ഓരോ കൊലപാതകം, വെട്ടിക്കൊല്ലുക, എന്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും രണ്ടാമത്തെ എന്താണ് ഇവരെ കൊല്ലുക എന്നുള്ള ചിന്തയിൽ നടക്കുന്ന ആൾക്കാരാണ്. അതിപ്പോ യുവാക്കളായിക്കോട്ടെ, പുതുതലമുറകളായിക്കോട്ടെ. ഇന്ന് താമരശ്ശേരിയിൽ നടന്നൊരു കൊലപാതകം. മകൻ ആഷിഖ് എന്ന് പറയുന്ന ഒരു മകൻ സുബൈദ എന്നൊരു അമ്മയെ വെട്ടിക്കൊന്നു. എന്തിനാ? അവന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അവനെ കണ്ടാൽ നിഷ്കളങ്കമായിട്ടുള്ള ഒരു പയ്യൻ, ഒറ്റ മകനാണ്. കാലവും പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്ന ഒരു മകൻ, അതും ട്യൂമറിന് ശസ്ത്രക്രിയ ചെയ്ത് കിടക്കുന്ന ഒരു അമ്മയെ ഒരു മകൻ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് നമ്മളെല്ലാരും കണ്ടയാ. ഇവനൊക്കെ ഇവൻ ചെയ്തതിന് കാരണമൊന്നുമില്ല. പക്ഷെ ഇവൻ ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു പയ്യനാണ്. ഡി അഡിക്ഷൻ സെന്ററിൽ, ബാംഗ്ലൂർ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് ചേർത്തേക്കുമായിരുന്നു. ഇപ്പം അതിനുശേഷം വന്നതാണ്. പക്ഷെ ഇവൻ ഒരു ലഹരി ഉപയോഗിച്ചതിനെ തുടർന്നാണ് ഇത് ചെയ്തതെന്ന് ഞാൻ പറയില്ല. കാരണം ഇവൻ ബോധത്തോട് തന്നെയാണ് ഇത് ചെയ്തത്. ഇത് ചെയ്യാൻ ഇവൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി വെട്ടുകത്തി വാങ്ങിക്കൊണ്ട് വന്നു. ആ വീട്ടുകാരോട് പറഞ്ഞത് തേങ്ങ പൊതിക്കാൻ വെട്ടുകത്തി വേണമെന്നാണ്. ആ ഒരു വെട്ടുകത്തിയും കൊണ്ടാണ് ഇവന്റെ അമ്മയെ, ശസ്ത്രക്രിയ ചെയ്ത് കിടക്കുന്ന ഇവന്റെ അമ്മ, അക്കാലവും അവനെ പോറ്റി വളർത്തി നല്ല നിലയിൽ കാണണമെന്ന് ആഗ്രഹിച്ച ആ അമ്മയെ ഇവൻ വെട്ടിക്കൊലപ്പെടുത്തിയത്. അവരെന്ത് ചെയ്തു? ഇങ്ങനെ ഒരുത്തന് ജന്മം നൽകിയതാണോ അവർ ചെയ്ത തെറ്റ്? നമ്മുടെ ലോകം പൊക്കോണ്ടിരിക്കുന്നത് വലിയൊരു നാശത്തിലേക്കാണ്. നമ്മുടെ പുതിയ തലമുറ അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് പോലും അറിയാത്ത രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. എന്നിട്ടോ അവൻ ആ വെട്ടുകത്തി കഴുകി തിരിച്ചവർ കൊണ്ട് കൊടുക്കുകയും ചെയ്തു. ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അമ്മയുടെ മുന്നിൽ അവൻ നിന്നു. ആൾക്കാർ ഓടി എത്തിയപ്പോൾ അവൻ പറഞ്ഞ കാര്യമാണ്, ഞാൻ അമ്മയെ കൊന്നു എന്ന്. അവൻ ബോധത്തോട് ചെയ്ത കാര്യമാണ്. കാരണം അവൻ വെട്ടുകത്തി വാങ്ങാൻ പോകാനൊക്കെ അവന് പറ്റുമെങ്കിൽ അതൊക്കെ ബോധത്തോടല്ലേ. ബോധമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ? ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്ത് പ്രായമുണ്ട് ഇവനൊക്കെ? എനിക്ക് മനസ്സിലാവാത്ത ഇവനൊക്കെ ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വരുന്നു എന്നാ. നമ്മൾ മെനഞ്ഞാന്നും കണ്ടു, ഋതുരാജ് എന്ന് പറയുന്ന ഒരു കുറ്റവാളി ഒരു കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ചത്, തലക്കടിച്ചു കൊന്നത്. ഇവനെ എങ്ങനെ മനസ്സ് വരുന്നു ഈ ഒരു ക്രൂരത ചെയ്യാനെന്നാ. നമ്മൾ ഓരോ ദിവസവും കഴിയുമ്പോഴും കേട്ടുകൊണ്ട് വരുന്നത് ഇതേപോലെ ക്രൂരമായ വാർത്തകളാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ഞാൻ ഓരോ റിയാക്ഷൻസ് വീഡിയോസ് ചെയ്യുമ്പോഴും അതിലെല്ലാം മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ലഹരി എന്നൊരു കാര്യം. ലഹരി എന്നൊരു മാഫിയ നമ്മുടെ കേരളം എമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് പോലീസിനോ സർക്കാരിനോ ഇതിനെ നിർത്താനുള്ള, അല്ലെങ്കിൽ നിയന്ത്രിക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇല്ലെന്ന് തന്നെ പറയാം. എത്രയും പെട്ടെന്ന് ഈ ഒരു മാഫിയെ കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കേരളത്തിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പല ഇടങ്ങളിലും പല സ്കൂളുകളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ലഹരിക്ക് അടിമയാണ്. അവർക്ക് ഒരു ദിവസം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ. എങ്ങനെ പേരൻസ് തന്റെ കുട്ടികളെ മനസ്സിലാക്കും? പേരൻസിനെ പേടിയില്ല, അവര് പറയുന്ന അനുസരിക്കത്തില്ല. അവരെന്തെങ്കിലും പറഞ്ഞ രണ്ടാമത്തേന് ഇങ്ങനത്തെ പരിപാടികളല്ലേ ചെയ്യുന്നത്. രക്ഷകർത്താക്കള് പണ്ടൊക്കെ നമ്മൾ പേരൻസിനെ പേടിച്ചാണ് കഴിയുന്നത്. കാരണം അവർ അത്യാവശ്യം സ്ട്രിക്റ്റോടൊക്കെയാണ് നമ്മളെ വളർത്തുന്നത്. അന്ന് നമ്മൾ ചിന്തിക്കും, ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തൊരു സ്ട്രിക്റ്റ് ആണ്, ഇത്രയും സ്ട്രിക്റ്റ് വേണം. പക്ഷെ ഒരു പരിധി വരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പേരൻസ് നിന്നില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ വഴിതെറ്റി പോകും. ഏറ്റവും കൂടുതൽ വഴിതെറ്റാനായിട്ട് ഇങ്ങനെ ഒരു ലഹരി. അതിനുശേഷമോ 10 ഇല്ലെങ്കിൽ 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന്, പോട്ടെ 8ാം ക്ലാസ് ആകുന്നവന്റെ കയ്യിലൊക്കെ വരെ ഫോണാണ്. ഞാൻ എത്രയോ പേരെ കണ്ടിരിക്കുന്നു. ഇതൊക്കെ മതി കുട്ടികൾ വഴിതെറ്റാൻ. പഠനത്തിലോട്ട് അവർ പോകുന്നില്ല. അവർ പഠിക്കേണ്ട പ്രായമാണ്. ഇവരൊക്കെ പഠിക്കേണ്ട പ്രായമാണ്. പഠിച്ച് എൻജോയ് ചെയ്ത് നടക്കേണ്ട പ്രായം. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? ലഹരി ഉപയോഗിക്കുക, ഫോണിൽ അഡിക്റ്റ് ആവുക. കുട്ടികൾ പുറത്തോട്ട് വരുന്നില്ല. പുറം ലോകം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവർ എന്തോ ഒരു ചുരുളിയിൽ അകപ്പെട്ട രീതിയിൽ കിടക്കുകയാണ്. ഇതൊക്കെ തിരുത്താൻ ചെല്ലുന്ന രക്ഷകർത്താക്കൾ, അധ്യാപകരെയൊക്കെ അവരോട് വരെ കർക്കശമുണ്ടായി ദേഷിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. ഇവർക്കൊക്കെ ഇവരെ നിയന്ത്രിക്കാൻ പേടിയാണ്. കാരണം ഒന്ന് പറഞ്ഞാൽ ഇതേപോലെ കത്തിയെടുത്ത് കൊല്ലുക, അവരെ ഉപദ്രവിക്കുക. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമൂഹത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. മറ്റേത് നമ്മൾ 4 കാലുള്ള മൃഗങ്ങളെ പേടിച്ചാൽ മതിയെങ്കിൽ
ഇന്ന് രണ്ട് കാലുള്ള മനുഷ്യന്മാരെയും പേടിക്കേണ്ട അവസ്ഥയാണ്. ഒരു പ്രശ്നത്തിൽ പോലും നമുക്ക് പോയി സംസാരിക്കാൻ പറ്റില്ല. ഇവന്മാരുടെയൊക്കെ കയ്യിൽ എന്താ ഇരിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. എന്ത് കിട്ടുന്നോ അത് വെച്ച് ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കൊലപ്പെടുത്തിയേക്കാണ്. കാരണം ഇവർക്കൊക്കെ അറിയായിരിക്കും ജയിലിൽ പോയാൽ ഇത്രയൊക്കെ ഉള്ളു കാര്യം, ഇത്രയും നാള് ജീവിച്ചാൽ മതി അവിടെ, അത് കഴിഞ്ഞ് പുറത്തിറങ്ങി എന്തും കാണിക്കാന്ന് ഇവർക്കറിയാം. ആ ഒരു ലൈസൻസ് ഉണ്ടായതിന്റെ പേരിലായിരിക്കും പല കാര്യങ്ങളും ഇവർ നടത്തുന്നത്. ഇപ്പൊ ഓരോരുത്തർ പറയും ലഹരിക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് ഇമാതിരി വേണ്ടാതിനൊക്കെ ഇവരൊക്കെ കാണിക്കുന്നതെന്ന്. പക്ഷെ ഇവർ ബോധപൂർവം ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് ഇവർ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുക എന്ന് പറയാൻ പറ്റുമോ? ഇതുവരെയും എന്തിനാണ് ഇവൻ തന്റെ അമ്മയെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമം തന്നെ, അത്രയും വളർത്തിക്കൊണ്ട് വന്ന് അവര് ശസ്ത്രക്രിയ ചെയ്ത ആ അമ്മ റെസ്റ്റിലാണ്. ഇവനൊക്കെ എങ്ങനെ തോന്നുന്നു? അതിൽ തൊട്ട് മുമ്പ് വരെ ഇവനെ കുറിച്ചുള്ള ചിന്തയായിരിക്കും ആ അമ്മയ്ക്ക്. തന്റെ മകൻ എങ്ങനെ ഒരു നല്ല രീതിയിൽ നല്ല നിലയ്ക്ക് എത്തണമെന്നുള്ളൊരു ചിന്തയിലായിരിക്കും. ആ ഒരു നിമിഷം പോലും ചിലപ്പം അവനെ ഒന്ന് ശപിച്ചിട്ടില്ലായിരിക്കും ആ അമ്മ. അതാണ് അമ്മ. പക്ഷെ മക്കൾ അത് ചിന്തിക്കുന്നോ? ഇല്ല, ചിന്തിക്കില്ല. ഇവരൊക്കെ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. ഒരു ഉറുമ്പിനെ കൊല്ലുന്ന ലാഘവത്തോടെ എന്തൊക്കെയോ ഇവര് കാണിക്കുന്നു. അതാണ് നമ്മുടെ തലമുറ. ഈ ഒരു തലമുറയെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഇന്നത്തെ കാലത്ത് നമുക്കൊരു കുട്ടിയെ ശാസിക്കാൻ പറ്റുമോ? പറ്റില്ല. നമുക്കൊരു കുട്ടിയെ ശാസിക്കാൻ പറ്റത്തില്ല, വഴക്ക് പറയാൻ പറ്റത്തില്ല, ചെറുതായിട്ടൊന്ന് തല്ലാൻ പോലും പറ്റത്തില്ല. എങ്കിൽ പിന്നെ അവൻ രണ്ടാമത് ചെയ്യുന്ന ഒന്നെങ്കിൽ പോയി സൂയിസൈഡ് ചെയ്യും, ഇല്ലെങ്കിൽ ആ പറഞ്ഞവന് നേരെ എന്തൊക്കെ പണി ചെയ്യാൻ നോക്കും. ഇതൊക്കെയാണ് ഈ ലോകം നടക്കുന്നത്. അതുകൊണ്ട് പല പേരൻസ് എന്ത് ചെയ്യത്തില്ല, മക്കളെ പേടിയാണ്, മക്കളെ ശാസിക്കാൻ പേടിയാണ്. എങ്ങനെ അവരെ ശാസിക്കും? ഇമാതിരി കാര്യങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. ഇനിയും നമ്മുടെ ഈ ഒരു ലോകത്ത് ചുറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരള സമൂഹത്തിൽ ചുറ്റിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലഹരി എന്നുള്ളൊരു മാഫിയെ എങ്ങനെയെങ്കിലും പിടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നോക്കുക. ഇനി എത്ര ബോധവൽക്കരണ ക്ലാസ്സുകളായാലും എന്തൊക്കെ നമ്മുടെ സ്കൂളുകളിൽ കൊണ്ടുവന്നാലും ഇതിലകപ്പെട്ടു പോയാൽ അവർക്ക് പിന്നെ അതിനൊന്നും തിരിച്ചു വരാൻ തോന്നില്ല. ഈ മാഫിയക്ക് പിന്നിലുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മുടെ ലോകത്തിൽ, നമ്മുടെ സമൂഹത്തിനെ എങ്ങനെയെങ്കിലും തിരിച്ചു, നമ്മുടെ കുഞ്ഞുങ്ങളെ ഭാവി നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ചെറുപ്പത്തിലെ മദ്യത്തിനും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ. ഒരാളുടെ അടുത്ത് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. അവൻ എന്തിനാണ് ഈ ഒരു കൊടുങ്കുറ്റം ചെയ്യുമെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവൻ തക്കതായ ശിക്ഷ അനുഭവിക്കണം. ഈ ഒരു കാര്യം ചെയ്തിട്ട് അവന് കുറ്റബോധം ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. ഇവനൊക്കെ പുറത്തിറങ്ങരുത്. കാരണം സ്വന്തം അമ്മയെ കൊലപ്പെടുത്താൻ ഒരു കൂസലും ഇല്ലാതെ കൊലപ്പെടുത്തി ഇവനൊക്കെ നാളെ ആരെയൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവനൊക്കെ കിട്ടാവുന്നതിൽ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ ഇവനൊക്കെ കിട്ടണം. ഇല്ലെങ്കിൽ നാളെ ഇവൻ പുറത്തിറങ്ങും, നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ നാശങ്ങൾ ഇവൻ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല.